നോക്കാം പ്രധാന വാർത്തകൾ. സിപിഎമ്മിന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് കാസർകോട് തുടക്കം. ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര നയങ്ങൾ രാജ്യത്തിന് ആപത്തെന്ന മുഖ്യമന്ത്രി. RSS ജമാഅത്തെ ഇസ്ലാമി കൂടിക്കാഴ്ച പരാമർശിച്ച് പിണറായി. ചർച്ചയ്ക്ക് പിന്നിൽ കോൺഗ്രസ്, വെൽഫെയർ പാർട്ടി, RSS ത്രയം. BJP എതിർക്കുന്നതിൽ കോൺഗ്രസ് മൃദു സമീപനം എന്തിനെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് വഴിയടച്ച് സുരക്ഷയൊരുക്കി വൻ പോലീസ് സന്നാഹം. കണ്ണൂരും കാസർകോടും കരുതൽ തടങ്കൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കസ്റ്റഡിയിൽ. കണ്ണൂർ തളിപ്പറമ്പിലും പരിയാരത്തും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. മുഖ്യമന്ത്രി ഭീരുവെന്ന് പ്രതിപക്ഷ നേതാവ്. ആകാശ് തില്ലങ്കേരിയെ പൂർണ്ണമായി തള്ളി P. ജയരാജൻ. തില്ലങ്കേരിയിലെ പാർട്ടിയുടെ മുഖ്യം ആകാശല്ല. ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമം വിജയിക്കില്ലെന്നും ജയരാജൻ. ഷുഹൈബ് വധക്കേസിൽ ആകാശ് തില്ലങ്കേരിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നീക്കം. ആകാശ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് പോലീസ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കർ വീണ്ടും ED കസ്റ്റഡിയിൽ. ഈ മാസം 24 വരെ കസ്റ്റഡി നീട്ടി. കേസിൽ ശിവശങ്കറിന് പങ്കുണ്ടെന്ന് ED കോടതിയിൽ. EDക്കെതിരെ പരാതിയില്ലെന്ന് ശിവശങ്കർ. P5 ഹർത്താലിലെ ജപ്തി നടപടിയിൽ വിശദീകരണവുമായി സർക്കാർ. പ്രവർത്തകരല്ലാത്തവരുടെ സ്വത്തുക്കൾ വിട്ടുകൊടുത്തു. കോടതി ഉത്തരവ് നടപ്പാക്കിയെന്നും സർക്കാർ ഹൈക്കോടതി. യുക്രൈന് പരസ്യ പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ്. യുക്രൈനിൽ ജോ ബൈഡന്റെ അപ്രതീക്ഷിത സന്ദർശനം. കീവിലെത്തിയ ബൈഡൻ സെലൻസ്കിയുമായി ചർച്ച നടത്തി. ബൈഡന്റെ സന്ദർശനം റഷ്യൻ അധിനിവേശത്തിന്റെ 1ാം വാർഷികത്തിന് ദിവസങ്ങൾ ശേഷിക്കും.